പേനാക്കള്ളൻ ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥ. ഇരുമ്പ് പെട്ടി അല്ലെങ്കിൽ ട്രങ്ക് പെട്ടി എന്നും പറയും. അതിൻ്റെ മുകളിൽ കോമ്പസ് വെച്ച് ഞാൻ എഴുതി പേനാക്കള്ളൻ. പേനാക്കള്ളൻ എന്ന ഞാൻ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പേനാക്കള്ളനായി എന്ന എൻ്റെ ജീവിതത്തിലെ സംഭവമാണ് കഥ. പെരുമ്പാവൂരിലെ പുല്ലുവഴി ജയകേരളം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്രിസ്മസ് കേക്കും സമ്മാനങ്ങളുമായി എന്നെ കാണാൻ എൻ്റെ ജിയും മനോജേട്ടനും ഡോക്ടർ ഗോപാലകൃഷ്ണനും എല്ലാം ഹോസ്റ്റലിൽ വന്നിരുന്നു. എന്നാൽ ഞാൻ അവരെ കാണാൻ കൂട്ടാക്കിയില്ല. എന്നെ വാർഡന്മാരും സുഹൃത്തുക്കളും എല്ലാം നിർബന്ധിച്ചു. എൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. ഞാൻ ആരെയും കാണില്ല, എനിക്കാരും വേണ്ട. വാർഡൻ പ്രസാദ് സാർ ജിയോട് കാരണങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു പേനാക്കള്ളനാണ്. ഹീറോ പേന എന്ന ഫൗണ്ടൻ പേന മോഷ്ടിക്കുന്ന ഒരു കള്ളൻ. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിച്ചതും സ്റ്റാറ്റസ് സിംബലുമായിരുന്നു ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഹീറോ പേന എന്ന മഷി ഒഴിച്ചെഴുതുന്ന ഫൗണ്ടൻ പേന. ഞാൻ എങ്ങനെ പേനാക്കള്ളനായെന്ന് ഇനി പറയാം. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു സദാശിവൻ. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലും ക്ലാസ്സിലും ഹോസ്റ്റലിലും എല്ലാം താമസിക്കുന്നതും പഠിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ദിവസം പെട്ടെന്ന് സദാശിവൻ എൻ്റെ സൗഹൃദത്തിൽ നിന്ന് വെളിയിൽ പോയി. എൻ്റെ സൗഹൃദം നിരസിച്ചവൻ. കാര്യകാലം തിരക്കിയപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അതെന്നെ കൂടുതൽ വിഷമിപ്പിച്ചു. അങ്ങനെ എൻ്റെ എല്ലാ താല്പര്യങ്ങളും, ഞാൻ കളിക്കാറില്ല, ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു, എൻ്റെ പഠനത്തിൽ ഞാൻ പുറകോട്ട് പോയി. അവൻ്റെ സൗഹൃദം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് അവൻ്റെ ശ്രദ്ധ പിടിച്ചു വിട്ടാൻ എന്താണ്. അങ്ങനെ ഞാൻ അവൻ്റെ ഹീറോ പേന മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ആരുമില്ലാത്ത ഒരു സമയത്ത് ഞങ്ങളുടെ സ്റ്റഡി റൂമിൽ പോയി അവൻ്റെ ജോമെട്രി ബോക്സിൽ നിന്നും ഹീറോ പേന മോഷ്ടിച്ച് ഞാൻ എൻ്റെ റൂമിലുള്ള, ഞങ്ങളെ എല്ലാം കിടക്കുന്ന മുറിയിലുള്ള എൻ്റെ ട്രങ്ക് പൊട്ടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. എനിക്കറിയാമല്ലോ 100% അത് പിടിക്കപ്പെടുമെന്ന്. അങ്ങനെ പിടിക്കപ്പെടാൻ വേണ്ടി തന്നെ ആത്മഹത്യാപരമായി ചെയ്ത ഒരു മോഷണമായിരുന്നു അത്. ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കാൻ, എൻ്റെ ഒരു ക്യാരക്ടർ അസാസിനേഷന് വേണ്ടി തന്നെ ചെയ്തതാണ് അത്. അവിടുത്തെ ഒരു മാനസിക വ്യത അങ്ങനെയായിരുന്നു. അത് പ്രശ്നമായി. എല്ലാവരുടെയും പരിശോധിച്ചു. അങ്ങനെ റൂമിൽ വന്ന് പരിശോധിച്ചപ്പോൾ എൻ്റെ പെട്ടിയിൽ അത് കണ്ടെടുത്തു. എന്നെ കള്ളനാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വാർഡന്മാർ തന്നത് 10 ചൂരലടിയാണ്. അത് നമ്മളിങ്ങനെ കൈ പുറകോട്ട് വെച്ച് കെട്ടിയിട്ട് നിൽക്കണം നമ്മുടെ മേശയുടെ പുറത്ത്. അപ്പോൾ പുറകെ നിന്ന് അടിക്കും. അങ്ങനെയാണ് അവിടുത്തെ ശിക്ഷ. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അത് നല്ലതാണ്. ആ ശിക്ഷയാണ് എന്നെ ഞാനാക്കിയത്. അങ്ങനെ 10 അടി ഏറ്റുവാങ്ങി ഞാൻ പേനാക്കള്ളനായി. എല്ലാവർക്കും നന്ദി, സസ്നേഹം. നിങ്ങളുടെ എല്ലാം ബൈജു മല്ലപ്പള്ളി.